ഇവിടയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തായാലും അമേരിക്ക ഇറാനെതിരെയും ഇറാൻ അമേരിക്കയ്ക്കെതിരെയും മാറി മാറി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഡെവലപ്മെൻറ്റുകളാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത്. ജോർദാനും ബഹ്റൈനും പറഞ്ഞിരിക്കുന്നത് നിരവധി മിസൈലുകളും ഡ്രോണുകളും IRGCയുടേത് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവർ ഒഫീഷ്യലി പറയുന്നുണ്ട്. മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇറാൻ ഇങ്ങനെ അറ്റാക്ക് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. IRGC പറഞ്ഞിരിക്കുന്നത് ജോർദാൻ്റെ ഉള്ളിൽ റുക്ബാൻ എന്ന് പറഞ്ഞ ഏരിയ ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് IRGC ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ ജോർദാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വെളിപ്പെടുത്തലും നടത്തിയിട്ടില്ല. റുക്ബാൻ എന്ന് പറഞ്ഞ ഏരിയ ക്ലെയിംഡ് സെവറൽ സോൾജേഴ്സ് വെർ കിൽഡ്. അവർ പറയുന്നത് നിരവധി സോൾജേഴ്സ് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് IRGC പറയുന്നത്. പക്ഷേ വാഷിംഗ്ടൺ പോസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൂറുകണക്കിന് അമേരിക്കൻ സോൾജേഴ്സിന് ഇഞ്ചുറി ഏറ്റിട്ടുണ്ട്, അവരൊക്കെ തന്നെ ചികിത്സയിലാണെന്നുള്ള വാർത്ത വാൾ സ്ട്രീറ്റ് ജേർണൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ പ്രസിദ്ധീകരിച്ചു, എന്താണ് ഏതാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അമേരിക്കയിൽ നിന്നുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരെയുള്ള ഇതേപോലത്തെ വാർത്തകളൊക്കെ അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ലെഫ്റ്റിസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാർത്തകളാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനത്തെ പ്രസ്താവന അമേരിക്കയുടെ ഉള്ളിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തൽ എന്താണെന്ന് പറഞ്ഞാൽ പിക്കോക്സ് മൗണ്ടൻസ്. ഈ പിക്കോക്സ് മൗണ്ടനിൽ ശരിക്കും അവിടെയാണ് എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റിയും അതേപോലെ എൻറിച്ച്ഡ് യുറേനിയം എല്ലാം തന്നെ കൊണ്ട് അമേരിക്ക വെച്ചിരിക്കുന്നത് എന്നുള്ള നിലപാടാണ് ഇസ്രായേലിൻ്റെത്. പക്ഷേ ഇവിടെ വാഷിംഗ്ടൺ പോസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു തിരുത്ത് കൊടുത്തിട്ടുണ്ട്. ആ തിരുത്ത് എന്താണെന്ന് പറഞ്ഞാൽ പിക്കോക്സ് മൗണ്ടനിൽ അറ്റാക്ക് നടത്താൻ റെഡി ആയിട്ടിരുന്ന അമേരിക്കയെ തടഞ്ഞു നിർത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ വാഷിംഗ്ടൺ പോസ്റ്റിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ശരിക്കും ഈ പിക്കോക്സ് മൗണ്ടനെ ഡമ്മി സെറ്റപ്പായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ അവർ പിക്കോക്സ് മൗണ്ടനിൽ ഒന്നും തന്നെ കൊണ്ട് വെച്ചിട്ടില്ല. പ്രത്യേകിച്ച് എൻറിച്ച്ഡ് യുറേനിയം അവിടെ എല്ലാവരും സംരക്ഷിച്ചിരിക്കുന്നത്. അവർ ശരിക്കും അത് വേറെ ഏതോ സ്ഥലങ്ങളിലാണ് വെച്ചിരിക്കുന്നത്. എന്തായാലും പിക്കോക്സ് മൗണ്ടനിൽ ഇല്ല. കാരണം ഈ പിക്കോക്സ് മൗണ്ടൻ എന്ന് പറഞ്ഞിട്ട് എംറ്റി യുറേനിയം എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റിയെ നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയും തീർച്ചയായിട്ടും സാറ്റലൈറ്റ് ത്രൂ നിങ്ങൾ ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു വിവരം അവർക്കറിയാം. അവർക്കും ഇച്ചിരി തലയ്ക്കകത്ത് ആൾതാമസമുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്യാനും ഇത് ഫോളോ ചെയ്യുകയും ചെയ്യുമെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം അമേരിക്കയും ഇസ്രായേലും ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും, ഇത് ഫോളോ അപ്പ് ചെയ്യും എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ എക്സ്പോസ്ഡ് ആയിട്ട് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ബങ്കർ ബസ്റ്ററും അതേപോലെ എർത്ത് പെനട്രേറ്റിങ്ങും ഇതെല്ലാം കൊണ്ട് നിങ്ങൾ ഹെവി വെയിറ്റ് ബോംബൊക്കെ കൊണ്ട് അവിടെ കൊണ്ടിടും. എന്നിട്ട് ഞങ്ങളെല്ലാം അടിച്ച് പൊട്ടിച്ചു തകർത്ത് തരിപ്പണമാക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകും. പക്ഷേ അതേസമയം അവർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഇതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചേക്കുക. അപ്പോൾ അതുകൊണ്ട് പിക്കോക്സ് മൗണ്ടനിൽ അറ്റാക്ക് നടത്തുന്നത് ഇപ്പോൾ സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഈ വാഷിംഗ്ടൺ പോസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് അമേരിക്ക ഈ പിക്കോക്സ് മൗണ്ടനിൽ നടത്താനിരിക്കുന്ന ആക്രമണം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. കാരണം ഉറപ്പില്ല, ഈ എൻറിച്ച്ഡ് യുറേനിയം എവിടെയാണെന്നുള്ളത് ഉറപ്പില്ല. പക്ഷേ ഇസ്രായേൽ ആണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് പിക്കോക്സ് മൗണ്ടനിൽ ഒരുപാട് സിലിണ്ടറുകൾ കൊണ്ട് ഇവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതായത് യുറേനിയം എൻറിച്ച്മെൻറ്റ് ചെയ്ത ഒരു സിലിണ്ടർ ഉണ്ടല്ലോ, സെൻട്രിഫ്യൂജ് സിലിണ്ടേഴ്സ്. ആ സെൻട്രിഫ്യൂജ് സിലിണ്ടേഴ്സ് എല്ലാം തന്നെ പിക്കോക്സ് മൗണ്ടനിലാണ് കൊണ്ട് സംരക്ഷിച്ച് വെച്ചിരിക്കുന്നതായിട്ട് ഇസ്രായേൽ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ വാൾ സ്ട്രീറ്റ് ജേർണലും ഈ റിപ്പോർട്ടിനെ ശരിവെക്കുന്നുണ്ട്. ഖത്തർ ആണെങ്കിൽ ഹൂത്തിയുടെ നേതാവ് സൗദി അറേബ്യക്കെതിരെ ഈ റെഡ് സീയിലുള്ള റൂട്ട് ബാബൽ മന്ദേബ് റൂട്ട് ബ്ലോക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഖത്തർ പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ ആമസോൺ സെൻട്രൽ ഡേറ്റാ സെന്റർ, ബഹ്റൈനിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഡേറ്റാ സെന്ററിനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് IRGC പറയുന്നുണ്ട്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബഹ്റൈൻ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ ശരിവെക്കുന്നില്ല. ബഹ്റൈൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലം ആക്രമിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങൾ, പല ബാങ്കിങ് സ്ഥാപനങ്ങളും ഇവിടെ പണിമുടക്ക് നടത്തേണ്ടി വരും. സോ അത് നടന്നിട്ടില്ല എന്നാണ് ബഹ്റൈൻ പറയുന്നത്. ഹൂത്തികളാണെന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് സൗദി അറേബ്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവിടെ ഏത് നേരത്തും മാരകമായിട്ടുള്ള ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട് ബാബൽ മന്ദേബ് ഏരിയയിൽ. 4ാമത്തെ ദിവസവും ഇറാൻ കുവൈറ്റിൻ്റെ ഡീസാലിനേഷൻ വാട്ടർ പ്ലാന്റിന് നേരെ ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇറാൻ്റെ ഇൻറ്റീരിയർ മിനിസ്റ്റർ പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഡെവലപ്മെൻറ്റ്സ് എന്നുള്ളത് അറിയില്ല. ഈ 10 ദിവസത്തെ ടൈമാണ് അവർ ചോദിക്കുന്നത്. ഇനി പാകിസ്ഥാൻ്റെ റിക്വസ്റ്റ് അമേരിക്ക പരിഗണിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഖത്തർ പറഞ്ഞിരിക്കുന്നത് ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള കോമ്പൻസേഷൻ മസ്റ്റായിട്ടും ഇറാൻ തന്നെ സെറ്റിൽ ചെയ്യണമെന്നാണ് ഖത്തർ ആവശ്യപ്പെടുന്നത്. അതായത് കുവൈറ്റിലായിക്കോട്ടെ, ഖത്തറിലായിക്കോട്ടെ, അതുപോലെ തന്നെ ബഹ്റൈനിലായിക്കോട്ടെ, ഏതൊരു അറബ് രാജ്യങ്ങൾക്കെതിരെയും ഇറാൻ നടത്തുന്ന ആക്രമണത്തിൽ ഉണ്ടാകുന്ന ഡാമേജിൻ്റെ കോമ്പൻസേഷൻ ഇറാൻ ഏറ്റെടുക്കണമെന്നാണ് പറയുന്നത്. ഇത് വേറെ ഒന്നുമില്ല, ഇറാൻ്റെ കുറച്ച് ഫണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുണ്ട്. ആ ഫണ്ട് അങ്ങോട്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വെസ്റ്റേൺ ഇറാനിൽ ഖുർമാബാദ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ ഖുർമാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാസീവായിട്ടുള്ളൊരു അറ്റാക്ക് അമേരിക്ക നടത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഇറാൻ്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റ് മീഡിയയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അബ്ബാസ് അരക്ചിയുടെ ഇൻ്റർവ്യൂ ഇറാൻ്റെ ഹാർഡ് ലൈൻ IRGCക്കുള്ളിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിട്ടുണ്ട്. അബ്ബാസ് അരക്ചിയുടെ വെളിപ്പെടുത്തൽ, അതും പ്രത്യേകിച്ച് IRGCക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ.
ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇൻസൈറ്റ്സ് മലയാളത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബെൻഗുറിയൻ എയർപോർട്ട് യുദ്ധത്തിന് പൂർണ്ണ സജ്ജമാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിലെ ബെൻഗുറിയൻ പോർട്ട് ഇറാനുമായിട്ടുള്ള കൺഫ്രണ്ടേഷന് തയ്യാറാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാന്റെ പാർലമെന്റ് തുറന്ന് പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാന്റെ ഉള്ളിൽ പ്രശ്നമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച 5 മാസങ്ങൾക്ക് ശേഷം ഒരൊറ്റ തവണ മാത്രമാണ് പാർലമെന്റ് പ്രവർത്തിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓൺലൈനിൽ പാർലമെന്റ് വിളിച്ച് ചേർക്കാം എന്നുള്ള തീരുമാനമെടുത്താണ് പിരിഞ്ഞത്. ഇപ്പോൾ ഓൺലൈനിലും പാർലമെന്റ് സെഷൻ ഒത്തുചേരാൻ പറ്റില്ല എന്നുള്ള തീരുമാനമാണ് മുഹമ്മദ് ബാഗേർ ഗാലിബാഫ്, ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ, പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ഉള്ളിൽ 10ാം ദിവസവും അമേരിക്ക ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ പല സ്ഥലങ്ങളിലും തുടരുകയാണ്. പണ്ട് രാത്രി മാത്രമായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രിയും പകലും ഏത് സമയത്തും ആക്രമണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇറാന്റെ ഉള്ളിലുള്ള പ്രത്യേകിച്ച് ഖുഷസ്ഥാൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്തു എന്നുള്ള ക്ലെയിം ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് IAEA ഞങ്ങൾ വന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടും ഇവർ അനുവദിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പം IRGC ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് IAEA ഒരു കാര്യം ചെയ്യണം, ഇറാൻ്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ അമേരിക്ക അറ്റാക്ക് നടത്തിയത് കണ്ടംപ്റ്റ് ചെയ്യണം. അത് കണ്ടംപ്റ്റ് ചെയ്തിട്ട് കണ്ടംനേഷൻ രേഖപ്പെടുത്തണം. എന്നാൽ മാത്രമേ അവർ വീണ്ടും ഈ പ്രവൃത്തി തുടരാതിരിക്കൂ എന്നുള്ള ഒരു റിക്വസ്റ്റാണ് IAEAക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം, IAEA പറയുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങളിതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് ത്രൂ അങ്ങനെ ഒരു ലീക്ക് അവിടെ നിന്ന് സസ്പെക്ട് ചെയ്യാൻ കഴിയുന്നില്ല. സോ ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കഴിയുകയില്ല. ഇനി ഞങ്ങൾ അങ്ങനെ അമേരിക്കയെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന പുറത്തിറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പെർമിറ്റ് ചെയ്യണം. നിങ്ങൾ ഞങ്ങളെ അകത്ത് വന്ന് അത് പരിശോധിക്കാനുള്ള പെർമിഷൻ തന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് അത്തരത്തിൽ നീങ്ങാൻ കഴിയുമെന്നാണ് IAEA പറഞ്ഞിരിക്കുന്നത്. ഇറാൻ്റെ ഒരു കോമഡി. ഇറാൻ ശരിക്കും പറഞ്ഞാൽ IAEAയുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇവർ IAEAയെ കൊണ്ട് കണ്ടംനേഷൻ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ആദ്യം അമേരിക്ക എക്സാക്ട്ലി ആ ന്യൂക്ലിയർ പ്ലാന്റ് അടിച്ച് തകർത്തു, അവിടെ റേഡിയേഷൻ ലീക്ക് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ സമർപ്പിക്കൂ. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ. 3 മണിക്കൂറിന് മുമ്പ് UAEയുടെ അടുത്ത് വെച്ചിട്ട് ഒരു കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഡ്രോൺ അറ്റാക്കാണ്. UK MTO ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്രൂ മെമ്പേഴ്സിനെ എല്ലാം റെസ്ക്യൂ ചെയ്തതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ദിബ്ബ ഏരിയയുടെ അടുത്ത് വെച്ചിട്ടാണ് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഇന്ത്യ രഹസ്യമായിട്ട് ഹിമാലയൻ റീജിയനിൽ ശക്തമായിട്ടുള്ള നിരീക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ലെയർ ഹിമാലയൻ സർവൈലൻസ് സിസ്റ്റം റെഡിയാക്കുകയാണ്. ഇത് ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനം നമ്മൾ ഒരുക്കുന്നത്. ഇത് ത്രൂ ഔട്ട് ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ ആ ഒരു നീണ്ടു കിടക്കുന്ന ആ ഒരു ബോർഡർ ഏരിയ കൃത്യമായിട്ട് സർവൈലൻസ് ചെയ്യാൻ സഹായകരമാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഷ്യയുടെ ആക്രമണത്തിൽ ഉക്രൈനിലെ ഒഡീഷ തുറമുഖത്ത് വെച്ചിട്ട് ഗോൾഡൻ ലിയോ എന്ന് പറഞ്ഞ കപ്പൽ ആക്രമിക്കപ്പെട്ടതിൽ 4 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 5ാമത്തെ ഒരു സെയിലർ ഗുരുതരമായ പരിക്കുകളോടുകൂടി ചികിത്സയിലാണ്. ഇതിനകത്ത് 2 മലയാളികളുടെ പേര് പുറത്തു വന്നിട്ടുണ്ട്. അഖിൽ ജോയിൻ 26 വയസ്സ്, ചീഫ് ഓഫീസർ, കാസർഗോഡാണ് സ്വദേശം. പുള്ളിയുടെ ലീഡർഷിപ്പായിരുന്നു ഈ ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. 17 പേരായിരുന്നു പുള്ളിയുടെ നേതൃത്വത്തിൽ ഈ കപ്പലിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നാലും പുള്ളിക്കാരൻ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ അഭിഷേക് നിഷാദ് 21 വയസ്സാണ്. പുള്ളിക്കാരൻ ഒരു മലയാളിയാണ്, പക്ഷേ UPയിലാണ് സെറ്റിലായിരിക്കുന്നത്. പിന്നെ മറ്റു 2 പേര് ശരിക്കും പഞ്ചാബികളാണ്. ഇങ്ങനെ 4 ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ഇമ്മീഡിയറ്റായിട്ട് കിട്ടിയ വിവരം അനുസരിച്ച് 4 മലയാളികൾ എന്നാണ് വിവരം പുറത്തു വന്നത് പ്രാഥമികമായിട്ട്. പക്ഷേ അതിനകത്ത് 2 മലയാളികളാണ്. മറ്റ് 2 പേരും ഇന്ത്യയിലെ പഞ്ചാബ് സ്റ്റേറ്റിലുള്ള വ്യക്തികളാണ്. അപ്പോൾ എന്തായാലും ടോട്ടലി 4 ഇന്ത്യക്കാർ ഇപ്പോൾ ഇതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ചോദിച്ചാൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റ് ഇവർ സൈൻ ചെയ്യുന്നത് ഇസ്താൻബുളിൽ നിന്നാണ്, അതായത് തുർക്കി. ഇന്ത്യ ഒരു 4 ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ടുള്ളൊരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അറിയിപ്പ് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ അവരെ എസ്കോർട്ട് ചെയ്ത് നിങ്ങൾ അയക്കരുതെന്നുള്ളൊരു പ്രസ്താവന ഇന്ത്യ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഗൾഫ് രാജ്യങ്ങൾ എത്രത്തോളം ഫോളോ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ തുർക്കി എന്തായാലും അത് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതിനെ ഉറപ്പിക്കുന്ന രീതിയിലാണ് ഈ ആക്രമണം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ പൊളിറ്റിക്കൽ താല്പര്യം വെച്ചിട്ട് കേരളത്തിൽ നിന്നായാലും ശരി തന്നെ, അതേപോലെ ഇന്ത്യയിൽ നിന്നും റഷ്യക്കെതിരെ വലിയ രീതിയിലുള്ള കണ്ടംനേഷൻ ഒന്നും തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് തുർക്കിക്കെതിരെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഇന്ത്യക്കാരെ ഈ കപ്പലിലേക്ക് അയച്ച തുർക്കിക്കെതിരെയാണ് ഇന്ത്യയുടെ കണ്ടംനേഷൻ. പക്ഷേ അതേസമയം റഷ്യക്കെതിരെയും കണ്ടംപ്റ്റ് പുറപ്പെടുവിക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇന്ത്യയുടെ സൈഡിൽ നിന്നും റഷ്യക്കെതിരെ ഓപ്പണായിട്ട് ഇതുവരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടില്ല.
എനിവേ ഇതൊക്കെ ഡിപ്ലോമാറ്റിക്കലി ഡീൽ ചെയ്യേണ്ട വിഷയങ്ങളായിരിക്കാം. അപ്പോൾ എന്തായാലും രാജ്യ താല്പര്യത്തിനെതിരായിട്ട് നമുക്ക് ഇതിനകത്ത് ഒന്നും തന്നെ കൂടുതൽ പറയാനില്ല. സോ നോ കമൻസ് ഓൺ ദാറ്റ് ഏരിയ. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.